മീശ വിട്ടണ കത്തിരി ഇവിടെ കൊണ്ട് വെച്ചേക്കുന്നു. ദാ ടാപ്പ് അവൾക്ക് എന്നെ അളന്ന് മതിയായില്ല. ടാപ്പും കൊണ്ട് ഒരു കാര്യം നോക്കിയാ ഇവിടെ അയ്യാ എത്ര ഐശ്വര്യ അമ്മ. അയ്യാ എന്തായിട്ട് വലിച്ചു വരണേ? എല്ലാം അടുക്കി പറക്കി ഒതുക്കി വെച്ചതാണ് ഞാൻ അവിടെ. നീ അടുക്കി പറക്കണോണ്ട് തന്നെ എന്റെ ഒരു സാധനം കാണാത്തത്. എന്ത് സാധനം ഇപ്പൊ കാണണ്ടു പോയെ? എന്റെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കാണാനില്ല. അത് കൊറേ പഴയ പേപ്പറും സർട്ടിഫിക്കറ്റും ഫോട്ടോസും ഒക്കെ വലിച്ചു വാരി ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ? അതിന്റെ കൂടെ ഉണ്ടാവും നിങ്ങൾ ഒന്നിനും കൂടില്ലാത്ത സർട്ടിഫിക്കറ്റ്. അല്ല എന്തോന്നിന് ഇപ്പൊ ശരിക്കും അത് തന്നെയാണോ നോക്കണേ? പിന്നെ വേറെ എന്തോ നോക്കാൻ പറയാൻ പറ്റില്ല. പഴയ കാമുകിമാരുടെയോ പൂർണിമയുടെയോ ഗേൾ ഫ്രണ്ട്സിന്റെ ഒക്കെ ഫോട്ടോ ഒക്കെ ഉണ്ടാവും ആ ഗോത്ര സർട്ടിഫിക്കറ്റിന്റെ കൂടെ. നീലടി ആ ഫോട്ടോ ചെന്നമ്മിനെ വലിച്ചു കയറി കളഞ്ഞത് പൂർണിമേരെ ഞാൻ ഒട്ടിക്കാൻ നോക്കി ഒന്ന് കാണാൻ വേണ്ടി പറ്റിയില്ല. പറ്റിയില്ലെങ്കിൽ എന്ത് വേണ്ട, വന്ന് കണ്ടിട്ട് പോയില്ലേ പൂർവ്വ കാമുകി? നീ പോ. എന്തിനാ സർട്ടിഫിക്കറ്റ്? ISROയിൽ എന്നെ സീനിയർ സയന്റിസ്റ്റ് ആയിട്ട് വിളിച്ചേക്കുന്നു ചെല്ലാൻ പറഞ്ഞു. കണ്ടെത്തി അവസാനം ഇപ്പൊ അതിന്റെ പേരിലായിരിക്കും ഇന്ന് മൊത്തം കൂതറ സർട്ടിഫിക്കറ്റിന്റെ പേരിൽ. പാട്ട് ബുക്കിന്റെ ഇടയിലായിട്ട് എന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് കയറ്റി വെച്ച് കാണോ? അയ്യാ പാട്ട് ബുക്ക്. ഞാൻ പറയാ, നീ അമ്മ പറഞ്ഞ നോക്ക്. ഇത് അമ്മ 10ാം ക്ലാസ് എഴുതിയ കവിതയാണ്. ഇത് പാട്ട് ബുക്കിന്റെ അകത്ത് വെച്ചിരുന്നു. ഇത് മാഗസീനിലൊക്കെ അച്ചടിച്ച് വന്നിട്ടുണ്ടാ. കളയല്ലേ? കിട്ടിയാ സർട്ടിഫിക്കറ്റ്? സർട്ടിഫിക്കറ്റ് കിട്ടിയാ? കിട്ടും. അവിടെ വലിച്ചേറിട്ട് സാധനമൊക്കെ എടുത്ത് പറക്കി വെച്ചാ? നീ പോയി പറക്കി പോയി. നിങ്ങക്ക് വെച്ചാൽ എന്താ? ഇതിനെല്ലാം കൂടെ തന്നെ നിന്നെ പടവലത്തിൽ ഞാൻ കെട്ടി എഴുന്നള്ളിച്ചോണ്ട് വന്നത്. അമ്മ ഇനി ഇതിൽ അഭിപ്രായം ഒന്നും പറയണ്ട. നമുക്ക് അടുക്കളയിൽ കുറെ ജോലി കിടക്കല്ലേ, അതൊക്കെ പോയി ചെയ്യും. അതന്നെ അമ്മ പോയിക്കോ. എന്നെ പറഞ്ഞിവിടെ എന്താണ് ഇത്ര തിടുക്കുമെന്ന് എനിക്ക് അറിയണം. എന്തോ കള്ളത്തരുണ്ട്. ഞാൻ പോണില്ല, ഇവിടെ ഇരിക്കുക. കണ്ട സംശയം സംശയം. ഞാൻ പറഞ്ഞിട്ടില്ല മക്കളെ അമ്മയ്ക്ക് അസുഖം ഉണ്ടെന്ന്. അച്ഛൻ അമ്മയ്ക്ക് അസുഖം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അമ്മയ്ക്ക് സംശയരോഗം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഇതിനെ വല്ലതൊക്കെ ചെയ്യോട്ടെ, മര്യാദ കീർത്തിക്കോ. കൂടുതൽ അങ്ങോട്ട് ഷൈൻ ചെയ്യണ്ടേ, കൂടുതലാവണ്ട. അമ്മ ഇപ്പം ഇത് കണ്ട എന്താണ് കുഴപ്പം? എന്തടി കുഴപ്പമെന്ന് പറയണേ? കണ്ടാ കുഴപ്പമൊന്നുമില്ല. നമുക്കേ ഒരു സർപ്രൈസ് കൊടുക്കാം. എന്ത് സർപ്രൈസ്? അതൊക്കെ ഉണ്ട്. ഞാൻ ആദ്യം നവാസങ്ങളെ വീട്ടിൽ പോയിട്ട് ഒരു സാധനം എടുത്തോണ്ട് വരാം. എന്താണ് എല്ലാവർക്കും ഒരു മൗനം? അല്ല, സാധാരണ ഞാൻ ഈ വഴി പോകുമ്പോ എല്ലാരും ഒരുമിച്ചിരുന്ന് എന്നെ കളിയാക്കലാണല്ലോ പതിവ്. എന്തെങ്കിലുമൊക്കെ പറയാറുണ്ടല്ലോ. അപ്പൊ ചോദിച്ചു വാങ്ങാനല്ലേ? അല്ല ചേട്ട BCD പേപ്പറിന്റെ കാര്യം എന്തേ? അതുപോലെ പഠിക്കണ്ടോ? അച്ഛന് കാര്യമൊക്കെ വിട്ടൂല്ലേ? പറഞ്ഞോലെ എന്താ BSc പേപ്പർ എടുക്കണ കാര്യം? പഠിക്കുന്നുണ്ട്. എപ്പോഴാണ് പഠിക്കുന്നത് നീ? ഞാൻ നേരത്തെ പറഞ്ഞോണ്ട് സർപ്രൈസ് കൊടുക്കാം. ഞാൻ ഒരു കാര്യം ചെയ്യാം, നവാസങ്ങളുടെ വീട്ടിൽ പോയിട്ട് ഒരു സാധനം എടുത്തോണ്ട് വരാം. എന്നിട്ട് നമുക്ക് അതൊക്കെ ഞാൻ പറയാന്ന്, എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പരിപാടി തുടങ്ങാം. പിന്നെ ഞാൻ നവാസങ്ങളുടെ വീട്ടിൽ പോയ കാര്യം പറയരുത്. പിന്നെ അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കണ കാര്യം ഒന്നും ഇത് അമ്മയടുത്ത് പറയരുത്. ഓക്കെ? പെട്ടെന്ന് വരടാ, ചിലപ്പോൾ താമസിക്കും. പക്ഷെ ഞാൻ പറഞ്ഞാൽ ഓർമ്മ വേണം സർപ്രൈസിന്റെ കാര്യം അമ്മയടുത്ത്. പറയരുത് കേട്ടാ. പറയല്ലേ? നോക്കടാ. തന്നടേ. അതൊക്കെ ഒപ്പിച്ച്. അല്ലടാ, വാടക എടുത്തത്. ഇത് നവാസിന്റെ കൂടെ എവിടെയൊക്കെ പോയെന്നറിയോ ഇത് ഒപ്പിക്കാൻ വേണ്ടി. ശബ്ദം കേൾക്കില്ലടേ.
അച്ഛന് വായിക്കാൻ അറിയാവോ? ഏഹ് വായിക്കാൻ അറിയാവോ? എവിടെ വായിക്കാനൂടാ? പിന്നെന്തോ മേടിച്ചത്? പണ്ട് ഞാൻ ഭജനയ്ക്ക് പോകുമ്പോഴേ ഒരുപാട് സ്ഥലത്ത് ഭജനയ്ക്ക് പോയിട്ടുണ്ട്. അപ്പോഴ് ഒരാൾ നന്നായിട്ട് വായിക്കുമായിരുന്നു. അതൊക്കെ കുറെ കേട്ട് ഇരുത്തിട്ടുണ്ട്. പക്ഷെ പഠിക്കാൻ പറ്റിട്ടില്ലടേ, അതാണ് പ്രശ്നം. പഠിച്ചതെങ്കിൽ ഇപ്പോൾ ഒരു കലക്കായിരുന്നു അല്ലേ? ഹാർമോണിയോ മക്കളെ സൗണ്ട് വെക്കില്ലടി. കിട്ടിയാച്ചാ കിട്ടിയേ? അതൊക്കെ വാടകയെടുത്ത് സൗണ്ട് വെക്കില്ല. അച്ഛാ അച്ഛൻ ആ നോബിലൊന്ന് പിടിച്ച് വലിച്ചേ. നോബ അത് അവിടെ ആ വൈറ്റ് കളറില്ലേ താഴത്തെ? ഇതാ ഈ വൈറ്റാ? ഇതാ എന്നിട്ടും കേൾക്കാം. ഇതാ ഇത് നമ്മള് വാടകയെടുത്ത്. എന്തിനാ? ഇതുകൊണ്ട് ഇപ്പൊ ഇവിടെ എന്താ ആവശ്യം? ഇതുകൊണ്ട് എന്താ ആവശ്യം? ഇതുകൊണ്ട് ഇതിന് ആവശ്യം? ഈ പിള്ളേരെ ഇറക്കി വിട്ടായിരിക്കും. രണ്ടിനെ നോക്കിക്കോട്ടെ ഞാൻ. നീ ഇന്നലെ കിടന്ന് ബഹളം ഉണ്ടാക്കണത്? ബാലു എവിടെന്നാ എടുത്തെന്ന് വെച്ചാൽ കൊണ്ട കൊടുത്തോ? എടി കിടന്ന് ബഹളം ഉണ്ടാക്കാതെ, ഈ സംഗീത സാന്ദ്രമായ ഈ അന്തരീക്ഷത്തിൽ നിന്റെ പരട്ട സൗണ്ട് കൊണ്ട് വികൃതമാക്കാതെ പോകൂ. അടുക്കള ചെന്നല്ല മീൻചട്ടി ഉണ്ടെങ്കിൽ കഴുകാൻ നോക്കൂ. പോകൂ വേദാന്തമേ, നിന്റെ പൊയ്മുഖം ഞാൻ കണ്ട് ഞാൻ മടുത്തു. ഇതെങ്ങാനും കേടായി കഴിഞ്ഞാൽ അമ്മേനെ പൈസ കൊടുക്കേണ്ടി വരുന്നുണ്ടോ? അപ്പോഴാണ് എന്റെ വികൃത രൂപം കാണാൻ പോണേ. പോടി അടുക്കളയില് പോടിച്ചെന്ന് ചട്ടി കഴിവടി പൊടി നിലു. ബാലു എന്തിനാ ഇത് എടുത്തോണ്ട് വന്നേന്ന് പറവന്ന്? ഇവിടെ അതൊരു കാര്യമുണ്ടോ നിന്റെ പറഞ്ഞതിന്? ഇതെന്റെ നല്ല നാവുകൊണ്ട് പറയാണ്. ഇത് എവിടെന്നാ എടുത്തോണ്ടെന്ന് വന്നു വെച്ചാൽ അവിടെ തന്നെ തിരിച്ചു കൊണ്ടേ കൊടുത്തോ. ഒന്നാമത്തെ പഴയ സാധനമാണ്, കേടായിട്ടുണ്ടെങ്കിൽ വില മതിക്കാനൊന്നും പറ്റത്തില്ല. ഇനി പഴയ സാധനം തന്നെ, വലിയ വിലയൊന്നും ഇല്ല ഇതിന്. എല്ലാം പറഞ്ഞാൽ മനസ്സിലാവുന്ന തരത്തിൽ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. പണിയൊന്നും അമ്മേനെ കളിയാക്കൊന്നും വേണ്ടട്ടാ. അമ്മ പറഞ്ഞാലും കാര്യം കാണും. ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ അതൊരു അതാണ് അത് ഞങ്ങൾക്കറിയാം. ഉണ്ടെ പുണ്യേട്ടം പോ. അമ്മ അവിടെ കാഴ്ച പാലം വെച്ച് വിളിക്കുന്നുട്ടോ, ഓടിച്ചെന്നോ? പെമ്പിള്ളേരെ അടിക്കരുതെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പോടാ മുടിയാ പോടാ മുടിയാ പോടാ മുടിയാ. പോവാം അച്ഛാ, പോവാല്ലേ? അപ്പൊ മൊത്തം കണ്ടതിൽ പിടിക്കല്ലേ? ചോദിച്ചോ വേണേ. അമ്മ പറഞ്ഞ പോലെ ഈ പഴയ സാധനം എന്ന് പറഞ്ഞത് എന്നെ ഉദ്ദേശിച്ചാണ് അവിടെ. അല്ലല്ല ഇതിനെ തന്നെ ഉദ്ദേശിച്ചതാ. എനിക്ക് തോന്നി അങ്ങനെ. ബാ സൂക്ഷിച്ചെടുക്കണേ. വായിക്കാനും അറിയണ്ടല്ലേ? വായിക്കറിയായിരുന്നെങ്കിൽ ഇത് നല്ല അസലായിട്ട് കമ്പോസ് ചെയ്യായിരുന്നു. അച്ഛൻ ആരുടെ വരിക ഒന്ന് കാണിക്കോ? ശരിയാവില്ല, നിന്റെ അടുത്ത് പറഞ്ഞാൽ ശരിയാവില്ല. അല്ലെങ്കിൽ ഇപ്പൊ നിന്റെ അടുത്ത് പറയാതിരിക്കുന്നതിന് ഇത് അമ്മ എഴുതിയാണ് 10ാം ക്ലാസ്സിൽ വെച്ച്. മാഗസീനിലൊക്കെ വന്നിട്ടുണ്ട്. ശരിക്കും നമുക്ക് അമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കണം. ഇതൊന്ന് ട്യൂൺ ചെയ്ത് നമുക്ക് കേൾപ്പിക്കാം കേട്ടാ. അമ്മയുടെ അടുത്ത് പറയല്ലേ? ഇല്ല പറയും. അച്ഛാ അച്ഛനാ വരി ഒന്ന് പാടിയോ? വരിക. മൂവന്തി മുറ്റത്ത് മുന്നാഴി സ്വപ്നങ്ങൾ മൂവന്തി പെണ്ണിനെ കൂട്ടുവന്നു. കൂട്ടുവന്നാണ് ഇങ്ങനെ ആയത്. പൗർണമി തിങ്കളിൽ നിറയയിൽ ചുംബിച്ച് ഈ നീലരാവും പോയി മറഞ്ഞു. പെണ്ണിന് കൈവളയ്ക്കൊപ്പം ചിരിച്ചു നിന്നു. നല്ല വരികളാട്ടോ അച്ഛാ. അറിയതാ വരി കൊള്ളാം, പക്ഷെ ഇടയിൽ ഒരു തട്ടുമുട്ടൊക്കെ ഉണ്ട്. അത് ക്ലിയർ അല്ല. അത് നമുക്ക് ഇത് ചെയ്തെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അച്ഛനെ കൊണ്ട് പറ്റില്ല. എന്താ അച്ഛനെ കൊണ്ട് പറ്റാത്തത്? എന്താടി എടി, നാട്ടിലെ ക്ലബിലെ അന്ന് നാടകത്തിനൊക്കെ ഞാനാണ് പാട്ട് കമ്പോസ് ചെയ്യണേ. അന്ന് നമുക്ക് ഇതൊന്നും ഇല്ല, നമ്മളെ കണ്ണു കാണാൻ കിട്ടൂല. എന്നാലും ഞാൻ കമ്പോസ് ചെയ്യും. പിന്നെ അച്ഛൻ അങ്ങനെ കമ്പോസ് ചെയ്ത പോരായിരുന്ന? വെറുതെ ഇത് വാടകയ്ക്ക് മേടിച്ചത്. അച്ഛനൊരു വഴിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഏതെങ്കിലും ഒരു രാഗം കിട്ടിയാലോ? അങ്ങനെ ഏതെങ്കിലും രാഗം ഒന്നും ചെയ്താൽ പറ്റൂല. അത് ഏത് രാഗം എന്നാണ് ഞാൻ ആലോചിക്കണത്. അച്ഛൻ ഏതെല്ലാം രാഗം അറിയാം? അച്ഛനങ്ങനെ രാഗം എന്ന് പറഞ്ഞുകൂടാ. പക്ഷേ ഹിന്ദുസ്ഥാനി രാഗത്തിൽ പിടിച്ചെങ്കിൽ മേഘമൽകാരെ പിടിച്ച് കളിക്കായിരുന്നു. ഒരു നറു പുഷ്പമായി എന്നേർക്കു നീറുന്ന മിഴിമുന പവിഴമഴ
എന്തടേ എന്തടേ വേറെ ഒരു പണിയില്ലാത്തോണ്ട് എവിടെന്നോ ഒരു പെട്ടി പിടിച്ചിട്ട് വന്നേക്കാം ഇങ്ങോട്ട്. ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയാലും പോയി കിട്ടണമല്ലോ. നീ പാടി അടുക്കളയിൽ പോയി വല്ല കറിക്ക് വല്ല അറിയടി പാടി പോ. ആ കറിക്കറിയേണ്ടതിന് ഈ കട്ടയിൽ ഞെക്കി ഇങ്ങനെ ഇരിക്കും. നമ്മുടിയാ വാങ്ങിക്കുവേ. ആ അമ്മേ അച്ഛനത് ചുമ്മാ ചെയ്യുന്നതല്ല. നമ്മുടെ റെസിഡൻസിന് വേണ്ടി ടീ മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന അച്ഛനാണ്. ആ ഇവിടുത്തെ ആൾക്കാർക്ക് ഇത്രയും വിവരില്ലാണ്ടായി പോയാ. പോവാടി പോ, വല്ല അടുപ്പിൽ അരിയാൽ വെക്കണം തിളക്കണ പോ, അവിടെ വാങ്ങി വൈ പോ. ഞാൻ പോയിക്കോളാം. എനിക്കല്ലെങ്കിൽ ഇതൊന്നും കേട്ട് നിൽക്കാനുള്ള ചങ്കുഴപ്പൊന്നുമില്ല. നീ വാ. ഇതൊന്നും ആസ്വദിക്കാനുള്ള കഴിവില്ലെന്ന് പറയടി കുട്ടം പിള്ളേരമ്പളെ. കമ്പോസ് മൂവന്തി മുറ്റത്ത് മുന്നാഴി സ്വപ്നങ്ങൾ മൂവന്തി പെണ്ണിനു കൂട്ടുവന്നു. ഇങ്ങനെയാണ് അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ പോണേ? എന്ത് ഇങ്ങനെ പാടിയണ്ടല്ല അച്ഛനെ ഉപേക്ഷിച്ച് അമ്മ പടലത്തോട്ട് പോന്നു. എടി ഇത് തുടക്കം പോളിഷ് അതുകൊണ്ട് മാറും, നല്ല ഇതിലോട്ട് മാറും. ഇത് ഫസ്റ്റ് ആണ്. അറിയാ കൊള്ള. ഇത് ഗർഭാവസ്ഥയിലാണ്. ഗർഭാവസ്ഥ കഴിഞ്ഞ ശിശു വലുതായിട്ട് അവസാനം പാട്ട് വലിയതാവും, വലിയ രീതിയിൽ വരും. പാട് 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 പാട്. ഞാൻ ഉദാഹരണത്തിന് വേറെ ഞാൻ പാട്ട് പറഞ്ഞുതരാം. ഞാൻ ഇപ്പൊ എഴുതിയൊരു പാട്ട് പറഞ്ഞുതരാം. നീലപ്പൂഞ്ചോല സരിരി ഗമ നീലപ്പൂഞ്ചോല നീലരാര നീലപ്പൂഞ്ചോല ചോലയിൽ യാതെങ്കിലും ഒന്നിന് എൻ്റെ ഒരു ചൊവ്വയിട്ടേക്ക് കൊള്ളായിരുന്നു. എല്ലാം തള്ളേറെ ഗുണം. കുറച്ച് വെള്ളം കുടിക്കാട്. വെള്ളം കുറച്ച് കുടിക്കാട്. അത് വേണ്ട. മാറ്റി വയ്ക്കടേ. ഒന്ന് പിടിച്ച് കയറി വരുമ്പോഴാണ് അവളെ വെള്ളം വെള്ളം എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളോടെ വെള്ളോടെ വെള്ളം വേണ്ടെന്ന് പറഞ്ഞതോ? വേണ്ടെന്ന് പറഞ്ഞില്ല, ഇവിടെ വെക്കാനാണ് പറഞ്ഞത്. നീ എന്തോന്നടി ഇത് ഇത്ര മൊറട്ടായി പോലെ? നീ മൊറട്ടെന്ന് പറഞ്ഞ റഫ് ചുമ്മാ. നീ ഒറ്റ വരുത്തിയാണ് എന്നില്ല കലാകാരൻ നശിപ്പിച്ചത്. വല്ലറിയില്ലാത്തവള്. അല്ലെങ്കിൽ ഞാൻ എവിടെ എത്തേണ്ടെന്നറിയാം. അതെ, ഞാൻ വല്ലറിയില്ലാത്തവളാണ്. ഞാനായതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ട്. വേറെ വല്ല പെണ്ണുങ്ങളാണെങ്കിൽ നിങ്ങൾ പണ്ടേ ജയിലിൽ പോയാനെ. ഈ വല്ലറുതി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് അറിയാടി? വല്ലതിന്റെ അർത്ഥം അറിഞ്ഞിട്ടാണോ ഞാൻ മറുപടി പറയണത്? ഏതൊക്കെയോ വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്, അതിനൊക്കെ ഞാൻ എന്തൊക്കെയോ മറുപടിയും പറയാനുണ്ട്. എടി വല്ലറുതി നല്ലത്, വല്ലറുതി ഇല്ലാത്തവൾ നല്ലവൾ എന്നാണ് അതിന്റെ അർത്ഥം. ആണോ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഈ റെസിഡൻസിന്റെ പരിപാടിക്ക് ടീം മ്യൂസിക് ചെയ്യാൻ പോവാണോ? നിനക്കേ ഉള്ളു വിലയില്ലാത്ത തന്നെ. നാട്ടുകാർക്ക് തന്നെ വേണം. നാട്ടുകാരെ കണ്ണിലുണ്ണിയാണ് ഞാൻ. ബാലു 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 ദൈവത്തെ ഓർത്ത് നിങ്ങൾ അത് ചെയ്യരുത്. നിങ്ങൾ വല്ലറുതിയില്ലാത്തവനാണ്, അത് കൊളാകും. മേലാൽ എൻ്റെ മുഖത്ത് നോക്കി ആ വാക്ക് ഉപയോഗിക്കരുത്. എൻ്റെ മുഖത്ത് നോക്കിയും ആ വാക്ക് ഉപയോഗിക്കരുത്. ഉപയോഗിക്കില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, റെസിഡൻസിന്റെ പരിപാടി കൊളമാക്കരുത്. നിങ്ങളുടെ കാല് പിടിക്കാൻ ഞാൻ. നീ എൻ്റെ കാല് പിടിക്കൂ എങ്കിൽ നീ ഇതോടെ നന്നാവും. ഞാൻ പോട്ടെ, എനിക്ക് ടീം മ്യൂസിക്കിൻ്റെ കുറച്ച് സോങ് ചിട്ടപ്പെടുത്താറുണ്ട്. ഞാൻ പോട്ടെ. അറിയാൻ പാലാത്ത ജോലി ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞ്. എടി ഇത്രയും നാളായിട്ട് നിനക്കെന്നെ മനസ്സിലായില്ലേടി? പിന്നെ താളം തെറ്റി മനസ്സിൻ്റെ ഉടമയല്ലേ, എപ്പോഴും മനസ്സിലാക്കിയ കാര്യമാണ് അത്. മാറിക്കാൻ കൊടുക്കും. ഭദ്രകാളി ഭദ്രകാളി ഈ ടൂണിൽ പിടിച്ചാൽ നമുക്ക് എന്നല്ലേ ഉദ്ദേശിച്ചത്? ഭദ്രകാളി എല്ലാം കഴിഞ്ഞ് പാട്ടിലേക്ക് കടന്നിരിക്കുക. ഈ വെള്ള ഓക്കെ, ഈ കറുപ്പ് കൂടെ പറക്കി വെച്ചേക്കൊണ്ടാണ് ശരിയാവാത്തത്. വെള്ള മാത്രം മതിയായിരുന്നു. ഇടയ്ക്ക് കറുപ്പ്
കിട്ടി തുടങ്ങിയോ? പിടി കിട്ടി വരണടാ, കിട്ടി തുടങ്ങി. കിട്ടും കിട്ടും കിട്ടും. ഇങ്ങനെ പോയാ ഒരുപാട് കിട്ടും നാട്ടുകാരുടെ കയ്യിൽ നിന്ന്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇമാതിരി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വന്ന് ശല്യപ്പെടുത്തരുതെന്ന്. ആ കിട്ടി ഈണം കിട്ടി വന്നതാണ്, അതങ്ങ് പോയി. നീ പോടി, വീട്ടിൽ കയറിപ്പോ. പോ, നിന്നാരെങ്കിലും വിളിച്ചവിടെ. അയ്യാ പൊന്നാരമ്മ അമ്മ വിളിച്ചിട്ട് പോ, പോടാ. അതെ അച്ഛൻ, എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ദയവ് ചെയ്ത് അമ്മയെ നാണം കെടുത്തരുത്. അന്നിവിടെ നാടകം ചെയ്തിട്ട് അടികിട്ടിയ പോലെ അല്ലത്. റെസിഡൻസി പ്രോഗ്രാം കൊളയുണ്ടല്ലോ, നാട്ടുകാർ മൊത്തം വീട് വളയും. കുറെ നാട്ടുകാർ പറഞ്ഞിട്ടുണ്ട് വീട് വളയുമെന്ന്. വളയെന്ന് പറഞ്ഞവന്മാർക്ക് ഇവിടെ നേരെ പോയിട്ടില്ല കേട്ടടാ. നീ പടാ, നിനക്ക് പോടാ, നേരെ ഇവിടുന്ന് പടാ, വീട്ടിൽ പടാ. എന്തെങ്കിലും കാണിക്കട്ടെ. എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോ നീലു കീലു എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അങ്ങോട്ട് വാട്ടാ. പോടേ എന്നെ വാടാ നീ. നീലു നീ 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 ലു 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 ലു. വാ 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 വാ. രാവിലെ തുടങ്ങിയാ വേഷം കിട്ടും. വല്ലതും നടക്കുവോ അച്ഛാ? ഒരെത്തും പിടിയും കിട്ടില്ല മക്കളെ. കവിതയുടെ ട്യൂൺ കിട്ടിയാ? കിട്ടിക്കൊണ്ടിരുന്നപ്പോ നിന്റെ അമ്മ ഒന്ന് കയറിയത് തൊലച്ച് നശിപ്പിച്ചില്ല എല്ലാം കൂടെ. അപ്പൊ ഒന്നും നടക്കൂലേ? മക്കളെ നടക്കും, പക്ഷെ ഈ പാട്ട് കമ്പോസ് ചെയ്യണതേ എവിടെയെങ്കിലും പോയി പെട്ടെന്ന് പഠിച്ചിട്ട് ഒന്ന് ചെയ്യാൻ പറ്റും. അങ്ങനെ പെട്ടെന്ന് പോയി പഠിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഇത്. നമ്മള് ചുമ്മാ കുറ്റം പറയല്ലേ ഓരോരുത്തരെ, അത് കൊള്ളൂല്ല ഇത് കൊള്ളൂല്ല എന്നല്ലേ. ഇപ്പൊ നമ്മളെ അനുഭവം വന്നപ്പോ പഠിക്കുന്നു. മക്കള് പൊയ്ക്കോ, അച്ഛൻ്റെ അവസാന ശ്വാസം വരെ അച്ഛൻ പോരാടും. പൊയ്ക്കോ. എന്തടേ എന്താ അച്ചോടാ, മ്യൂസിക് കമ്പീസർ ഉറങ്ങിപ്പോയല്ല. പാട്ട് കമ്പോസ് ചെയ്ത് കഴിഞ്ഞാ? ഞാൻ കമ്പോസ് ചെയ്ത് ഇരുന്നു പോയി. ചുമ്മാ പറ്റാത്ത കാര്യങ്ങൾ ഏറ്റുപിടിച്ചിട്ട് ഇരുന്നോളും, ടെൻഷൻ അടിച്ചിട്ട്. അതെ, കൂടുതൽ വിഡ്ഢിവേഷം കേട്ടല്ലേ ഡബാലു. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഓരോ നമ്പരും കൊണ്ട് വന്നോളും. ഇങ്ങോട്ടൊക്കെ ഇതെടുക്ക്, എടുത്തിട്ട് എവിടെയാന്ന് വെച്ചാൽ കൊണ്ട് തിരിച്ചു കൊടുക്ക്. വാടക വേണമെങ്കിൽ ഞാൻ കൊടുത്തോളാം. അമ്മ പോട്ടെ, അച്ഛന് സന്തോഷത്തിന് വേണ്ടി ചെയ്തല്ലേ. ഇത് അച്ഛനെ സന്തോഷത്തിന് വേണ്ടി അച്ഛനെ ഓരോന്നേ ചെയ്തു കൂട്ടും. എല്ലാ കുറിച്ചും കൂടെ എന്റെ തലയിലേക്ക് കയറി വരികയും ചെയ്യും. എന്നിട്ട് മൂവന്തി മുറ്റത്ത് മുന്നാഴി സ്വപ്നങ്ങൾ മൂവന്തി പെണ്ണിന് കൂട്ടുവന്നു. പൗർണമി തിങ്കളിൽ നെറുകയിൽ ചുംബിച്ചു ഈ നീലരാവും പോയി മറഞ്ഞു. ഇത് ഞാൻ എഴുതിയതല്ലേ? അങ്ങനെ അമ്മ എഴുതിയതാ? ഞാൻ എഴുതിയതാ ഇത്. പെണ്ണിൻ കൈവളയ്ക്കൊപ്പം ചിരിച്ചു നിന്നു. പിന്നെ ആ മൂഡ് സന്തോഷത്തിന്റെ മൂടാണ്. സന്തോഷത്തിന്റെ മൂഡ് അങ്ങനെ പോകും കേട്ടോ. അവളറിയാതൊരു പൂവും വിടർന്നില്ല, അവളറിയാതൊരു അവിടെ പിച്ച് ഔട്ടായി മക്കളെ. അപ്പൊ മാറ്റി പിടിക്കണോ? മാറ്റിപ്പിടി. അവളറിയാതൊരു പൂവും വിടർന്നില്ല, അവളറിയാതൊരു തനുവും തളിർത്തില, ഈ തളിതളായൊരു കവിതയ കരളിലൻ കനവിൻ്റെ സ്വപ്നമായ അവൾ വിടർന്നു. മനം ഒരു കാറ്റിനോടൊപ്പം കബാലിടാൻ ചിരിച്ചു നിന്നു, ചിരിച്ചു നിന്നു, ചിരിച്ചു നിന്നു. അച്ഛാ, ഈ കഥ ഞാൻ ഒന്ന് പാടി നോക്കട്ടെ. ഒന്ന് പാടിക്കോ. മൂവന്തി മുറ്റത്ത് മുന്നാഴി സ്വപ്നങ്ങൾ മൂവന്തി പെണ്ണിന് കൂട്ടുവന്നു. പൗർണമി തിങ്കളിൽ നെറുകയിൽ ചുംബിച്ചു ഈ നീലരാവും പോയി മറഞ്ഞു. പെണ്ണിൻ കൈവളയ്ക്കൊപ്പം ചിരിച്ചു നിന്നു.
എന്താണ് ഞാൻ വെറുതെ ഒന്ന് പാട്ട് വെക്കാൻ ശ്രമിക്കോളെ എന്നെ പറഞ്ഞു നിലക്കട അങ്ങോട്ട് എന്താ പിടിച്ചു മാറ്റണം പിടിച്ചു മാറ്റണം